നമസ്കാരം. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രധാനമായിട്ട് അതിലും ദൃശ്യമാധ്യമങ്ങൾ ഈ നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ധനക്ഷാമത്തിലാണ്. അതും പ്രത്യേകിച്ച് വാണിജ്യ ഇന്ധനക്ഷാമം രൂക്ഷമാണ് എന്ന് തെളിയിക്കുവാനായും അതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയെങ്കിലും ഒന്ന് നികഴ്ത്തുവാനും വേണ്ടിയിട്ട് കഠിനമായ ശ്രമത്തിലാണ്. അത് തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ അബദ്ധജോതെന്നോ അങ്ങനെ എന്തോ പറയുന്നൊരു വ്യക്തി ഒരു മൈക്കിൻ്റെ കോല് കയ്യിലുള്ളത് കൊണ്ട് മാത്രം മാധ്യമപ്രവർത്തകനെന്ന് നമുക്ക് വിളിക്കുവാൻ സാധിക്കുന്ന ഒരുവൻ ഓടി നടന്ന് ഒരു ചായക്കടയിൽ കയറി, ചേട്ടാ ഗ്യാസ് ഉണ്ടോ? ഒരു ഗ്യാസേ ഉള്ളൂ, ചായ എടുക്കാൻ. ചായ എടുക്കാൻ മാത്രമേ ഗ്യാസ് ഉള്ളൂ, ഞാനൊരു 2 ദോശ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് വന്നത്. ദോശ കഴിക്കാനകത്ത് വേറെ സംവിധാനം ചെയ്തിട്ടുണ്ട്, അടുപ്പുണ്ട് എന്ന് ജനം വളരെ സരളമായി പ്രതികരിച്ച് ഇളഭ്യനായി പോകുന്നതും ശരിയാണ്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വാണിജ്യ ഇന്ധനത്തിൻ്റെ ക്ഷാമം ഭാരതത്തിലുണ്ടായിരുന്നു. കാരണം ഭാരതത്തിൽ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നല്ല, ഭാരതം പുറമേ നിന്ന് വാങ്ങുന്ന ഒന്നാണ് ഈ ഇന്ധനം എന്ന് പറയുന്നത്. വാണിജ്യ ഇന്ധനമോ അല്ലെങ്കിൽ എൽ പി ജി ആകട്ടെ, ക്രൂഡ് ഓയിലാകട്ടെ, ഇതെല്ലാം പുറമേ നിന്ന് വാങ്ങുന്ന ഒരു രാജ്യമാണ് ഭാരതം. അത് സംബന്ധിച്ച് ഈ ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു ക്ഷാമമെന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ രാജ്യത്തെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനെ പരമാവധി ജനങ്ങൾക്കതിൻ്റെ ഒരു ആഘാതം ഏൽക്കാതെ, അല്ലെങ്കിൽ ഏൽക്കുന്ന ആഘാതം പരമാവധി മൃദുവാക്കാനുള്ള ശ്രമങ്ങൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് MSNBC മുതൽ BBC വരെയുള്ള മാധ്യമങ്ങൾ, ഇവരെല്ലാം ഒരു പരമ്പരാഗതമായി ഭാരത വിരുദ്ധരാണ്. കാരണം ഭാരതത്തിന് മേലെ തങ്ങളുടെ ഒരു അധീശത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് BBC ഉൾപ്പെടെയുള്ളവർ. MSNBCക്ക് ഭാരതത്തെ ഒരു MSNBC ആവട്ടെ, ന്യൂയോർക്ക് ടൈംസ് ആവട്ടെ, ഈ മാധ്യമങ്ങൾക്കെല്ലാം, ദൃശ്യമാധ്യമമാകട്ടെ അച്ചടി മാധ്യമമാകട്ടെ, ഇവർക്കെല്ലാം ഭാരതത്തോടൊരു പുച്ഛം കലർന്ന മനോഭാവമായിരുന്നു ഇത്രയും കാലം വരെ, നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് വരെ. അതിനുശേഷം അത് വിരോധമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ആ വിരോധത്തിൻ്റെ ഒരു ചിന്തകൾ നിലനിൽക്കുമ്പോൾ പോലും ഇപ്പോൾ പല്ലിറുമിക്കൊണ്ട് പ്രശംസിക്കേണ്ട ഒരു അവസ്ഥയിലാണ് അവർ നരേന്ദ്രമോദിയെ സംബന്ധിച്ചുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നത്. കാരണം ഈ കഴിഞ്ഞയിടയ്ക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ ഭാരതത്തിൻ്റെ ഇന്ധന കപ്പലുകൾ കടന്നു പോയപ്പോൾ അവർ നിരന്തരം പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് രാജ്യാന്തര വിദഗ്ധരോട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഭാരതം ഒരേ സമയം ഇറാനോടും അമേരിക്കയോടും ഒരു സമതുലിതമായൊരു നയതന്ത്രം പുലർത്തുന്നു, ഇതെങ്ങനെ സാധിക്കുന്നു മോദിക്ക്, ഇത് സംബന്ധിച്ച് ഭാരതത്തിൻ്റെ ചുറ്റുമുള്ള ചെറിയ രാജ്യങ്ങളെ ഈ ഒരു നീക്കം എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും പല്ലെറുമിക്കൊണ്ടുള്ളൊരു പ്രശംസയിലേക്കാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഭാരത സർക്കാർ എത്രത്തോളം ക്രിയാത്മകമായിട്ടാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമാണിത്. രണ്ടാം ഭാഗമെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അവസ്ഥയാണിപ്പോൾ. കാരണം ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഇന്ധനക്ഷാമം നേരിടുമ്പോൾ കൃത്യമായും അമേരിക്കയോടൊപ്പം നിൽക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇറാനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തി ഹോർമൂസ് കടലിടുക്കിൻ്റെ ഉൾപ്പെടെയുള്ള ആധിപത്യം അമേരിക്കയുടെ കൈകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു നീക്കം നടത്താമെന്നും പ്രതീക്ഷിച്ചാണ് ട്രംപ് ഈ യുദ്ധത്തിൽ ഇറങ്ങിയത്. അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ട്രംപിനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടപ്പോൾ ട്രംപ് ഇതിൽ ക്രിയാത്മകമായി സഹകരിച്ചു തുടങ്ങിയത്. ട്രംപായിട്ട് തുടങ്ങിയൊരു യുദ്ധമല്ലത്. അതിലേക്ക് ഞാൻ വരാം. കാരണം ഇതൊരു 2 ഭാഗമായിട്ട് ഈ വീഡിയോ ചെയ്താലേ അധികം ദൈർഘ്യമില്ലാതെ ഈ വിഷയം പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിൽ ഇതിൻ്റെ വിശദാംശം പറയാം. പക്ഷേ ഇപ്പോൾ ട്രംപിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ശരിയാണ്, ഇറാൻ ഒരു കൈകാലിട്ടടിക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ തന്നെ ട്രംപ് പ്രതീക്ഷിച്ച രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നതെന്നുള്ളത് ട്രംപിനെ അസ്വസ്ഥനാക്കുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അത്തരത്തിലുള്ളൊരു പരിണാമം ഈ യുദ്ധത്തിനുണ്ടാകുന്നത് കൊണ്ട് തന്നെ ട്രംപിനെതിരെ ശക്തമായ അച്ചുതണ്ടുകൾ രാജ്യത്തിനുള്ളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അമേരിക്കയ്ക്കുള്ളിൽ, അതും ട്രംപിൻ്റെ റിപ്പബ്ലിക് പാർട്ടിക്കുള്ളിൽ തന്നെ വൈസ് പ്രസിഡൻ്റായ JD വാൻസിൻ്റെ നേതൃത്വത്തിൽ, JD വാൻസ് തുളസി ഗബാർഡിനെ പോലുള്ള രാജ്യാന്തര വിദഗ്ധരായിരുന്ന ഇപ്പോൾ സെൻട്രന്മാരായിരിക്കുന്ന രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ച് ആദ്യം അമേരിക്ക, അതായത് പ്രാഥമിക പരിഗണന അമേരിക്കയ്ക്ക് നൽകുന്ന നയങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടു വരുന്നുണ്ട്, അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട് JD വാൻസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ തുളസി ഗബാർഡിനെ പോലുള്ള ആളുകളെ കൂട്ടുപിടിച്ച്. ഈ ഒരു ആശയത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2ാം തവണ ട്രംപ് അധികാരത്തിലെത്തിയത് പ്രാഥമികമായി
ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അതായത് ലോകം മുഴുവൻ നടന്ന് യുദ്ധം ചെയ്യേണ്ട, ലോക പോലീസ് കളിക്കേണ്ട യാതൊരു ബാധ്യതയും അമേരിക്കയ്ക്കില്ല. ഒന്നാം സർക്കാർ രൂപീകരിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒന്നാം തവണ അമേരിക്കയുടെ രാഷ്ട്രപതിയായി അധികാരമേറ്റപ്പോൾ തന്നെ ഇത്തരത്തിലൊരു നയം ട്രംപ് വളരെ കാര്യക്ഷമമായി നടപ്പാക്കിയിരുന്നു. കാരണം അമേരിക്കയുടെ സഹായം മറ്റ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഉപാധികളുണ്ടാകും. അല്ലെങ്കിൽ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ അമേരിക്കൻ സൈനികരെ ലോകം മുഴുവൻ വിന്യസിക്കാൻ ഇനി മുതൽ അമേരിക്ക ഒരുക്കമല്ല എന്നുള്ളൊരു നയം ട്രംപ് കൃത്യമായി നടപ്പാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ടേമിൽ. പക്ഷെ രണ്ടാം തവണ അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ ഈ ഒരു ആശയത്തെ അദ്ദേഹത്തിന് മുറുകെ പിടിക്കുവാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ വാണിജ്യപരമായ കാര്യങ്ങളാൽ, അല്ലെങ്കിൽ വാണിജ്യപരമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തേണ്ടതുള്ളത് കൊണ്ട് ഈ ഒരാശയത്തെ അദ്ദേഹത്തിന് കൈവിടേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അവരുടെ വ്യവസായങ്ങൾക്കും പ്രയോജനമുണ്ടാകുന്ന തരത്തിൽ ചില നീക്കങ്ങൾ നടത്തുവാൻ വേണ്ടി ഈ അമേരിക്കൻ സൈന്യത്തെ അദ്ദേഹത്തിൻ്റെ തന്നെ ആശയത്തിന് വിരുദ്ധമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും, അല്ലെങ്കിൽ സൈനികരെ എന്ന് പറയുന്നത് ഞാനൊരു മനുഷ്യരുടെ കാര്യമല്ല, ഒരു മനുഷ്യവിഭവങ്ങളുടെ കാര്യമല്ല, സൈനികർ എന്നുള്ളത് ഒരു വ്യക്തികളെ വിന്യസിച്ചു എന്നുള്ളതല്ല, സൈനിക ശക്തിയെ വിന്യസിക്കേണ്ട ഒരവസ്ഥയിലെത്തി. ഇനി ഒരുപക്ഷെ ചിലപ്പോൾ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാം. അതായത് മനുഷ്യരെ തന്നെ ഇറക്കി, സൈന്യത്തെ തന്നെ ആ ഒരു രാജ്യങ്ങളിലേക്ക് ഇറക്കി ആ രാജ്യത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ ഈ സൈനികരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർ ട്രംപിൻ്റെ ഈ ഒരു ആശയത്തെ പിന്തുണച്ച് അദ്ദേഹത്തെ അധികാരത്തിലെത്തിച്ചതിൽ പശ്ചാത്തപിക്കുവാനും അദ്ദേഹത്തിനെതിരെ തിരിയുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയപരമായി ട്രംപിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യസന്ധമായി ട്രംപിനൊരു ആഗ്രഹമുണ്ടായിരുന്നു ഭരണഘടന തിരുത്തി ഒരു മൂന്നാം തവണയും രാഷ്ട്രപതിയാകണമെന്നുള്ള. അമേരിക്കയിലെ ഇപ്പോഴത്തെ ഭരണഘടന അനുസരിച്ച്, ഭരണഘടനയിൽ ഇപ്പോഴുള്ള വ്യവസ്ഥ അനുസരിച്ച് മൂന്നാം തവണ രാഷ്ട്രപതിയാകുവാൻ ഒരാൾക്ക് സാധ്യമല്ല. അത് തിരുത്തണമെന്ന് ട്രംപിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് തീരെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി ട്രംപിന് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം റിപ്പബ്ലിക് പാർട്ടിക്കാണ്. റിപ്പബ്ലിക് പാർട്ടിക്ക് ഈ ട്രംപിൻ്റെ ഈ ഒരു നയത്തിലുള്ള ഒരു വൈരുദ്ധ്യം, അല്ലെങ്കിൽ ഒരു നയം മാറ്റം ഉണ്ടാക്കുവാൻ പോകുന്ന, വോട്ടർമാരിൽ ഉണ്ടാക്കുവാൻ പോകുന്ന ഒരു ചലനം ഇപ്പോൾ വരുന്ന മിഡ് ടേം ഇലക്ഷൻ നവംബർ 2026 അവസാനിക്കുന്നു. ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രൈമറി തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിലൊരു നീണ്ടകാല പ്രക്രിയയാണ് ഈ മിഡ് ടേം ഇലക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ആ ഡേറ്റ് സബ്ജക്റ്റ് ടു കറക്ഷൻ, ചൊവ്വാഴ്ച മുതൽ ബാലറ്റുകളിലൂടെയുള്ള വോട്ട് പോസ്റ്റലായി അയച്ചു തുടങ്ങുവാനുള്ള പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. നവംബർ 3 വരെ, 2026 നവംബർ 3 വരെ ആ പ്രക്രിയ നീണ്ടു നിൽക്കും. മിഡ് ടേം ഇലക്ഷൻസിൻ്റെ ഫലം വരുന്നത് നവംബർ 3 ആയിരിക്കും. ആ ഫലം വരുമ്പോൾ പ്രധാനപ്പെട്ട സ്വിംഗ് സ്റ്റേറ്റുകളെന്ന് പറയും, 7ഓളം സ്വിംഗ് സ്റ്റേറ്റുകൾ അമേരിക്കയിലുണ്ട്. ഈ സ്വിംഗ് സ്റ്റേറ്റുകളാണ് അമേരിക്കയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളുടെയും ഫലം, ഒരു അവസാന ഫലം നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ട്രംപിൻ്റെ രണ്ടാം തവണ പ്രസിഡൻ്റ് ആകുവാനുള്ള പ്രസിഡൻ്റായ ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഈ സ്വിംഗ് സ്റ്റേറ്റുകളിൽ 7 ഏതാണ്ട് ഒരു 6 പൂർണ്ണമായും തൂത്തുവാരി ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ കയ്യിൽ ഒതുക്കിയാണ് അദ്ദേഹം ജയിച്ചു കയറിയത്. അത്തരത്തിലുള്ളൊരു ഫലത്തിൽ നിന്ന് ഒരു എതിരായിട്ടുള്ളൊരു ഫലത്തിലേക്ക് ഈ സ്വിംഗ് സ്റ്റേറ്റുകൾ പോയാൽ സെനറ്റിലും കോൺഗ്രസ്സിലുമുള്ള ഒരു ആധിപത്യം ഏതാണ്ട് നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് റിപ്പബ്ലിക് പാർട്ടി തള്ളപ്പെട്ട് കഴിഞ്ഞാൽ JD വാൻസ് ഉൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയ ഭാവി, കാരണം ട്രംപിന് ഇപ്പോൾ 80കളുടെ മധ്യത്തിൽ നിൽക്കുന്ന പ്രായം കൊണ്ട് 80കളുടെ മധ്യത്തിൽ നിൽക്കുന്ന ട്രംപിന് ഭരണഘടന അനുസരിച്ച് തന്നെ മൂന്നാമത് ഒരു തവണ കൂടി അമേരിക്കയുടെ പ്രസിഡൻ്റായി അധികാരമേൽക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി ഇനി ഒന്നും നോക്കാനില്ല, കണ്ണും പൂട്ടി പലതും ചെയ്യാം. JD വാൻസിൻ്റെ കാര്യമോ അല്ലെങ്കിൽ തുളസി ഗബാർഡിൻ്റെ കാര്യമോ ഒന്നും അതല്ല, അവർക്ക് അവരുടെ തടി നോക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു അച്ചുതണ്ട് സ്വന്തം പാർട്ടിയിൽ തന്നെ രൂപം കൊണ്ടുവരുന്നുണ്ട്. മറുവശത്ത് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തീവ്ര ഇസ്ലാമിക പിന്തുണ എന്ന ആശയം തലയിൽ പേറിക്കൊണ്ട് നടക്കുന്ന സൊഹ്റാൻ മംദാനി ആവട്ടെ, ഇലിയാൻ ഒമർ ആവട്ടെ, അലക്സാൻഡ്രിയ ഒക്കോസിയോ-കോർട്ടേക്സ് ആവട്ടെ, AOC എന്ന് പറയുന്ന അവരാവട്ടെ, ഇവരെല്ലാം ട്രംപിനെതിരെ ഏതെങ്കിലും ഒരു ആയുധം കയ്യിൽ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു ക്രിയാത്മകമായ ഒരു ശക്തമായ ഒരു ആയുധം കയ്യിൽ കിട്ടും എന്ന് കാത്തിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഇറാൻ യുദ്ധം അവരുടെ കയ്യിലേക്ക് ട്രംപ് തന്നെ വെച്ച് നീട്ടിക്കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് അവർ ശക്തമായി തന്നെ ട്രംപിനെ ആക്രമിക്കുന്നുണ്ട്. ഇനിയും ആ ആക്രമണം വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഇറാൻ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് പിൻവാങ്ങുവാനുള്ള ഒരു മനോനിലയിലേക്കാണ് ട്രംപ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം,
ഒരു പരാജയപ്പെട്ട രീതിയിൽ ഇറാനിൽ നിന്ന് പിൻവാങ്ങി വരേണ്ടി വന്നാൽ, അതായത് ഉദ്ദേശം സാധിക്കാതെ അമേരിക്ക അവിടുന്ന് പരാജയപ്പെട്ട് ഓടി, വിയറ്റ്നാമിലൊക്കെ പരാജയപ്പെട്ട് ഓടിയതുപോലെ ഓടുക എന്നുള്ളൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഇറാനുമായിട്ട്. പക്ഷേ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും സാധിക്കാതെ കുറേ ബോംബ് കൊണ്ടിട്ടു, ഖംനേയിയെ വധിച്ചു, മറ്റ് പലരെയും ഇസ്രായേൽ വധിച്ചു. ഈ വധങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് ഇസ്രായേലാണ്. അമേരിക്കയ്ക്ക് അതിൽ നേരിട്ട് പങ്കൊന്നുമില്ല. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. എന്തിനായിരുന്നു ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ പോയി ചെയ്ത് ഇത്രയും ബില്യൺ ഡോളറുകൾ, ഒരു ശതകോടികളാണ്, സഹസ്ര കോടികളാണ് ഇതുവരെ അമേരിക്ക ഈ യുദ്ധത്തിന് വേണ്ടി പൊടിച്ചു കഴിഞ്ഞത്. ഇത്രയും അധികം സമ്പത്ത് അവിടെ ചിലവാക്കിയത്, ദുർവ്യയം ചെയ്തത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരും അങ്ങനെ ഒരു പിന്മാറ്റമുണ്ടായാൽ. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു വിജയം എന്നുള്ളൊരു അഭിമാനത്തോടു കൂടി, അല്ലെങ്കിൽ വിജയം എന്നുള്ളൊരു പ്രതിച്ഛായയോടുകൂടി അവിടുന്ന് പിൻവാങ്ങാമെന്നുള്ളൊരു അന്വേഷണത്തിലാണ് ട്രംപ്. അതിനു വേണ്ടിയിട്ടാണ് ഭാരതത്തെ പോലുള്ള രാജ്യങ്ങളുടെ സഹായം അദ്ദേഹം തേടുന്നത്. അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷിയായ നാറ്റോ അദ്ദേഹം ഏതാണ്ട് കൈവിട്ട അവസ്ഥയിലാണ്, അമേരിക്കയെ തന്നെ കൈവിട്ടൊരവസ്ഥയിലാണ്. ലണ്ടൻ ഒരു ചാഞ്ചാടി നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരവസ്ഥയിൽ ഈ യുദ്ധം എങ്ങനെ അവസാനിച്ചാലും അതിനുശേഷം ഒരു ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അതിൽ പ്രധാനമായ മാറ്റം നാറ്റോയ്ക്ക് നേരെയുള്ള ട്രംപിൻ്റെ മനോഭാവമായിരിക്കും. ഒരുപക്ഷെ നാറ്റോ സഖ്യം തന്നെ പൂർണ്ണമായും ഇല്ലാതാകുവാനുള്ള സകല സാധ്യതകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നാറ്റോയുടെ ഏക ശക്തി അമേരിക്കയാണ്, സാമ്പത്തികമായും സൈനികമായും. അതുകൊണ്ട് തന്നെ ട്രംപ് അതിൽ നിന്ന് അമേരിക്കയെ പിൻവലിച്ചാൽ നാറ്റോ പൂർണ്ണമായും തകർന്ന് ഇല്ലാതാകുവാൻ അധികം സമയമൊന്നും വേണ്ട. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം ഗൾഫിനെ സംബന്ധിച്ചുള്ളതാണ്. അത് രണ്ടാമത്തെ വീഡിയോയിൽ കൂടുതൽ വിശദമായി നിങ്ങളോട് പറയാം. എന്തായാലും ആദ്യ ഭാഗത്ത് ഇത്രയും മാത്രം. അമേരിക്ക, ഭാരതത്തിൻ്റെ കാര്യം ഈ വീഡിയോയുടെ ആദ്യ പകുതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അത് സത്യസന്ധമായിട്ട് ഈ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഈ ആഗോള പ്രശ്നങ്ങളെ കാണുന്നവർക്ക് ഏവർക്കും മനസ്സിലാവാവുന്നൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങൾക്കും മുഖ്യധാരാ മാധ്യമങ്ങൾക്കുമൊക്കെ ഇതറിയാം. അറിയാഞ്ഞിട്ടല്ല, അവർ കൃത്യമായ ഒരു മോദി വിരോധം അല്ലെങ്കിൽ ഒരു മോദി ഡിറേഞ്ച്മെൻറ്റ് സിൻഡ്രോം എന്ന് തന്നെ പറയണം. മോദി വിരുദ്ധത കൊണ്ട് ഭ്രാന്തായി പോയതെന്ന് വേണമെങ്കിൽ സരളമായി പറയാം. അത്തരത്തിലുള്ളൊരവസ്ഥയിൽ എത്തിയത് കൊണ്ട് മാത്രം അവരത് സമ്മതിച്ചു തരുന്നില്ല. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് കൃത്യമായി സമ്മതിക്കുന്നുണ്ട്. പല്ലെറുമിക്കൊണ്ടാണെങ്കിലും അവർ മോദിയെ പ്രശംസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞതുപോലെ ട്രംപിൻ്റെ അവസ്ഥ ഒരല്പം പ്രശ്നത്തിലാണ്. എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.